പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരെ ലോക്കപ്പിലെത്തിച്ചപ്പോൾ ആദ്യം ആവശ്യപ്പെട്ടത് ചിക്കനും ചോറും. സുധാകരന്റെ അമ്മ ലക്ഷ്മിയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നും സുധാകരനുമായി തലേ ദിവസം ഉണ്ടായ കലഹമാണ് കൊലപാതകത്തിന് കാരണമായതെന്നുമാണ് പ്രതി ചെന്താമര നൽകിയ മൊഴി. വിഷം കഴിച്ചിരുന്നുവെന്ന് ചെന്താമര പോലീസിന് മൊഴി നൽകിയിരുന്നു. എന്നാൽ വൈദ്യപരിശോധനയെ പ്രതി വിഷം കഴിച്ചിട്ടില്ലെന്ന് വ്യക്തമായിട്ടുണ്ട്. ചെന്താമരെ പിടികൂടിയപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ചെന്താമരയുടെ ഭാര്യ ഉൾപ്പെടെ 5 പേരെയാണ് ഇയാൾ കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഭാര്യ എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിക്കാത്തതിനാലാണ് പിന്നീട് കൊലപാതകം സുധാകരനിലേക്ക് അമ്മ ലക്ഷ്മിയിലേക്ക് എത്തിയതെന്നാണ് മൊഴി. ലോക്കപ്പിലേക്ക് വന്ന് കയറിയ ഉടനെ പ്രതി പോലീസുകാരോട് ചോദിച്ചത് ചോറുണ്ടോ ചിക്കനുണ്ടോ എന്നായിരുന്നു. ഉടൻ തന്നെ തൊട്ടടുത്ത മെസ്സിൽ നിന്ന് പോലീസ് ഇഡ്ഡലിയും ഓംലറ്റും വാങ്ങി നൽകുകയായിരുന്നു. പിന്നീട് പോലീസുകാരുടെ ചോദ്യങ്ങൾക്ക് വളരെ വിശദമായി തന്നെ പ്രതി മറുപടി പറയുന്നുണ്ടായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും, തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. എന്നാൽ കൊലയ്ക്ക് കാരണം കുടുംബങ്ങൾ തമ്മിലുള്ള വൈരാഗ്യമെന്നാണ് പാലക്കാട് SP അജിത് കുമാർ പറഞ്ഞത്. 2019 മുതൽ സുധാകരന്റെ കുടുംബത്തോട് പ്രതിക്ക് വൈരാഗ്യമുണ്ടെന്നും ഭാര്യ വീട് വിട്ടുപോയത് സജിതയുടെ കുടുംബം കാരണമാണെന്നാണ് പ്രതി കരുതിയതെന്നും SP പറഞ്ഞു. പ്രതിക്ക് കുറ്റബോധമില്ലെന്നും ചെയ്ത കൃത്യത്തിൽ ഇയാൾ സന്തോഷവാനാണെന്നും SP പറഞ്ഞു. ആസൂത്രിതമായി ഒറ്റയ്ക്കാണ് കൊല നടത്തിയത്. താൻ കടുവയെ പോലെ എന്ന് ചെന്താമര കരുതി. ആരെയും കീഴ്പ്പെടുത്താമെന്ന ധാരണയുണ്ടായിരുന്നുവെന്ന് SP പറഞ്ഞു. 2 ദിവസമായിട്ട് ഭയങ്കര പനിയും ചുമയൊക്കെയാണ്, അതുകൊണ്ട് സൗണ്ട് ഒന്നും ശരിയല്ല. അപ്പോ ഇതേക്കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ ഇവനൊക്കെ വിശന്ന് വരുമ്പോൾ ഒന്ന് വാങ്ങിക്കൊടുക്കരുത്. ഇവനൊക്കെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇട്ടേക്കണം. അവിടെ കിടന്ന് വിശന്ന് കിടന്ന് കാറണം. ഓടനെ ഇവനൊക്കെ ചെന്ന് ഇഡ്ഡലി എൻ്റെ മാങ്ങാത്തിലേക്ക് വാങ്ങിക്കൊടുക്കുന്നതാണ്. ചോറും ചിക്കനും മോന്റെ അടിച്ച് പൊട്ടിക്കുകയാണ് വേണ്ടത്. ആ പോലീസുകാർ ആ നാട്ടുകാർക്ക് കുറച്ചു നേരത്തേക്ക് ഒരു 5 മിനിറ്റ് വിട്ട് കൊടുക്കാറുണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പോലീസുകാരൊന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ എത്ര രൂപ സർക്കാരിന് ലാഭം ഉണ്ടായേനെ. ശരിക്കും പെരുമാറി വിടണം. നാട്ടുകാർക്ക് വിട്ടുകൊടുക്കണം. ഇവനേക്ക് ഒരു മനസ്സാക്ഷി വേണ്ടേ? ഒരു കുടുംബത്തിലുള്ള ആൾക്കാരെ പിന്നെയും ചെന്ന് വെട്ടിക്കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ ആദ്യം അയാളെ ഭാര്യയെ കൊന്നു, പിന്നെ അയാളുടെ അമ്മയെ കൊന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിട്ടാ? ഇങ്ങനെ ഉണ്ടോ കുട്ടും പഠിക്കാത്തൊരു ജന്മം?